നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ഏറ്റവും മാഹാത്മ്യമേറിയ ധർമ്മമാണ്. ആ ധർമ്മം ഈശ്വരനാണ്. ആ ധർമ്മം പരമാത്മാവാണ്. ആ ധർമ്മത്തിലാണ് എല്ലാം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും. അങ്ങനെയുള്ള ധർമ്മത്തെ ഞാനിതാ വന്ദിക്കുന്നു. എന്നിട്ട് വീണ്ടും കൃഷ്ണനോട് പറയുന്നു, ഏതദ് ധനഞ്ജയോ വാച്യോ നിത്യോദ്യുക്തോ മൃഗോദരഃ. അല്ലയോ കൃഷ്ണ, ഇനി അർജുനനും ഭീമസേനനും ഉള്ളതായ എന്റെ ആജ്ഞ. നീ അർജുനന്റെ സമീപത്ത് പോയിട്ട് അമ്മയായ കുന്തി ഇങ്ങനെ ആജ്ഞാപിച്ചിരിക്കുന്നു എന്നറിയിക്കുക. എന്നും വളരെ ഉത്സാഹശാലിയായ വൃഗോദരനുണ്ടല്ലോ ഭീമൻ, അവന്റെ സമീപത്ത് ചെന്നിട്ട് അമ്മ ഇങ്ങനെ ആജ്ഞാപിച്ചിരിക്കുന്നു എന്ന് നീ പറയുക. എന്താ അമ്മയുടെ ആ വാക്യം? യദർത്ഥം ക്ഷത്രിയാസൂതേ തസ്യ കാലോയമാഗതഃ. ഒരു ക്ഷത്രിയ സ്ത്രീ എന്തിനാണോ പ്രസവിക്കുന്നത് അത് നടപ്പിലാക്കുവാനുള്ള സമയം ഇതാ വന്നു ചേർന്നിരിക്കുന്നു എന്ന് ഞാൻ കുന്തി അർജുനനോട് പറഞ്ഞതായിട്ട് അർജുനനോട് നീ ചെന്ന് അറിയിക്കുക. അതേപോലെ ഭീമസേനോടും നീ അറിയിക്കുക. ക്ഷത്രിയ സ്ത്രീ പ്രസവിക്കുന്നത് അധർമ്മത്തെ നശിപ്പിക്കുന്ന സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ധർമ്മത്തെ സംരക്ഷിക്കുന്ന സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അധർമ്മത്തെ നശിപ്പിക്കാൻ മറ്റുപായങ്ങളില്ലെന്ന് വന്നാൽ സ്വന്തം ജീവനെ പന്താടിക്കൊണ്ടും സമർപ്പിച്ചുകൊണ്ടും യുദ്ധം ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ക്ഷത്രിയ സ്ത്രീ പ്രസവിക്കുന്നത്. ഞാൻ എന്തിനാണോ നിങ്ങളെ പ്രസവിച്ചത് അത് ആ ലക്ഷ്യം, പരമലക്ഷ്യം, അത് നടപ്പിലാക്കുവാനുള്ള സമയമായിരിക്കുന്നു എന്ന് അർജുനനോട് പറ, എന്നും ഉത്സാഹശാലിയായ ഭീമനോട് പറ. എന്നിട്ട് ഞാൻ ഇത്രയും കൂടി പറഞ്ഞതായി അറിയിക്കൂ. നഹി വൈരം സമാസാദ്യ സീദന്തി പുരുഷർഷഭാഃ. മനസ്സില് അധർമ്മത്തോട് നേരിടുന്ന അവസരത്തിൽ, അധർമ്മത്തോട് ഏറ്റുമുട്ടുന്ന അവസരത്തിൽ മനസ്സില് അധർമ്മത്തോട് വിരോധമുണ്ടാകും. അങ്ങനെ വിരോധമുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും പുരുഷശ്രേഷ്ഠന്മാര് അതിൽ വിമുഖരായിത്തീരില്ല. ആ അധർമ്മത്തെ എതിരിടാൻ സർവസന്നാഹങ്ങളോടും കൂടി ഉത്സാഹത്തോടെ മുന്നോട്ടിറങ്ങും. ആ അധർമ്മത്തിന്റെ മുന്നിൽ നിന്ന് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പാൻ ഒരിക്കലും മനുഷ്യശ്രേഷ്ഠർ തയ്യാറാവില്ല. നിങ്ങൾ പുരുഷശ്രേഷ്ഠരാണ്. അധർമ്മത്തോട് ഏറ്റുമുട്ടാൻ ബാധ്യതപ്പെട്ടവരാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ജന്മം തന്നിരിക്കുന്നത്. ആ കർത്തവ്യം അനുഷ്ഠിച്ചുകൊള്ളുക. കർത്തവ്യം ഇതാ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. യുദ്ധം ചെയ്യൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പ്രസവിച്ചിരിക്കുന്നത്. കുന്തി അർജുനനോടും അതേപോലെ ഭീമസേനോടും പറയുകയാണ്. എന്നിട്ട് കൃഷ്ണനോട് പറയുന്നു, അല്ലയോ കൃഷ്ണ, വിദിതാതേ സദാ ബുദ്ധി ഭീമസ്യ നശാമ്യതി, ഭീമസ്യ നശാമ്യതി. അല്ലയോ കൃഷ്ണ, നിനക്കറിയാലോ ഭീമസേനന്റെ സ്വഭാവം. അവൻ ഏതെങ്കിലും ഒരു കാര്യത്തില് ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ആ ശത്രുവിനോട് അവന്റെ ഹൃദയത്തിൽ വിരോധമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൻ പിന്മാറില്ല.
അവൻ ഒരിക്കലും ആ ശത്രുവിന്റെ നശിപ്പിച്ചല്ലാതെ, ശത്രുവിന്റെ വിനാശം കണ്ടല്ലാതെ അവൻ പിന്മാറില്ല. അവനെ സമാധാനിപ്പിച്ചു നിർത്താൻ ആർക്കും സാധിക്കുകയുമില്ല. യാവദന്തം ന കുരുതേ ശത്രുണാം ശത്രുകർശന. അല്ലയോ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കുന്നവനായ കൃഷ്ണ, ശത്രുക്കളുടെ അവസാനം കണ്ടല്ലാതെ ഭീമൻ പിന്മാറില്ല. അവന്റെ ആ സ്വഭാവം നിനക്കറിയാമല്ലോ. അവനോട് ഈ കുന്തി പറഞ്ഞു എന്ന് പറയൂ, ശത്രുവിനെ നശിപ്പിക്കാനുള്ള സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന്. അർജുനനും ഭീമസേനനും ഉള്ളതായ നിർദ്ദേശം. തുടർന്ന് ദ്രൗപദിക്ക് കൊടുക്കുന്നു നിർദ്ദേശം. അല്ലയോ ദ്രൗപദി, സർവധർമ്മ വിശേഷജ്ഞാം സുനുഷാം പാണ്ഡോർ മഹാത്മന. നീ മഹാത്മാവായിരിക്കുന്ന പാണ്ഡുവിന്റെ മരുമകളാണ്. നീ എല്ലാ ധർമ്മങ്ങളുടെയും രഹസ്യം ഭംഗിയായി അറിഞ്ഞവളാണ്. ബ്രൂയ മാധവ കല്യാണീം കൃഷ്ണ കൃഷ്ണാം യശസ്വിനീം. ആ കൃഷ്ണയോട്, അല്ലയോ കൃഷ്ണ, നീ എന്റെ വാക്യമായിട്ട് ഇങ്ങനെ പറയുക, ആ കൃഷ്ണ പാഞ്ചാലി യശസ്വിനിയാണ്, സൽപ്പേരുള്ളവളാണ്, അവൾ കല്യാണിയാണ്, മംഗളമയമായ സ്വഭാവത്തോടു കൂടിയവളാണ്, മംഗളമയമായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവളാണ്. അവളോട് അല്ലയോ മാധവ, നീ ഞാൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് നീ ചെന്ന് അറിയിക്കുക. യുക്തമേതൻ മഹാഭാഗേ കുലേ ജാതേ യശസ്വിനി. അല്ലയോ മഹാഭാഗയായിട്ടുള്ള, മഹാഭാഗ്യശാലിനിയായിട്ടുള്ള, മാഹാത്മ്യമേറിയ ഐശ്വര്യമായ സ്വഭാവ ഗുണങ്ങളോടുകൂടിയവളായിട്ടുള്ള അല്ലയോ ദ്രൗപദി, നീ കുടുംബത്തിൽ പിറന്നവളാണ്. ധ്രുപദന്റെ കുടുംബ മാഹാത്മ്യത്തെ നീ പരിപൂർണമായും നിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രകടമാക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഭാരത വംശത്തിന്റെ മരുമകളാണ് നീ. ഈ വംശത്തിന്റെ മാഹാത്മ്യത്തെ നീ നിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രകടമാക്കുന്നു. ഇത്രയും കാലം നിന്റെ സകല പ്രവൃത്തികളും ധർമ്മത്തെ അതിന്റെ പൂർണ്ണതയിൽ നിലനിർത്തുന്ന പ്രകാരത്തിലാണ്. എന്റെ 5 മക്കളോടും നീ ഏതു പ്രകാരത്തിലാണോ പെരുമാറിയത്, അവരുടേതായ ജീവിതത്തിന്റെ വിവിധങ്ങളായ സന്ധികളില് അവരോടൊപ്പം നിന്ന് അത്തരം പ്രതിസന്ധികളെ നീ എങ്ങനെയാണോ നേരിട്ടത്, അതെല്ലാം നിന്റെ മാഹാത്മ്യത്തെ, നിന്റെ സ്വഭാവ വിശേഷത്തെ, ധർമ്മനിഷ്ഠയെ പ്രകടമാക്കുന്നു. അല്ലയോ പാഞ്ചാലി, നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് മാത്രമല്ല, അതേ പ്രകാരത്തിൽ എന്റെ മക്കളെ 5 പേരെയും നീ അവർ ചെയ്യേണ്ടതായ കർത്തവ്യം അത് മുന്നിൽ വന്ന് നിൽക്കുന്നു. ആ കർത്തവ്യത്തിലൂടെ അല്ലയോ ദ്രൗപദി നീ നയിക്കുക. ഈ 5 പേരെയും ആ യുദ്ധത്തിന്റെ ആ വലുതായിരിക്കുന്ന കർത്തവ്യ മണ്ഡലത്തിലേക്ക് നയിക്കാനുള്ള ചുമതല കുന്തി പാഞ്ചാലിയെ തന്നെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് കുന്തി തുടർന്ന് കൃഷ്ണനോട് പറയുന്നു, മാദ്രി പുത്രൗ ച വക്തവ്യൗ ക്ഷത്രധർമ്മരതാവുഭൗ. മാദ്രിയുടെ മക്കളോട്, നകുല സഹദേവന്മാരോട്, അല്ലയോ കൃഷ്ണ, ഞാൻ പറഞ്ഞതായിട്ട് നീ ഇങ്ങനെ അവരെ കേൾപ്പിക്കണം. അവർ 2 പേരും ക്ഷത്രധർമ്മത്തെ അങ്ങേയറ്റം പരിപാലിക്കുന്നവരാണ്. ക്ഷത്രധർമ്മത്തെ രക്ഷിക്കുന്ന കാര്യത്തില്, നിലനിർത്തുന്ന കാര്യത്തിൽ അങ്ങേയറ്റം സമർത്ഥരായിട്ടുള്ള ആളുകളാണ്, തൽപരരായിട്ടുള്ള ആളുകളാണ്. അവരോട് ഞാൻ പറഞ്ഞതായി അറിയിക്കൂ. വിക്രമേണാർജിതാൻ ഭോഗാൻ വൃണീതം ജീവിതാദപി. നിങ്ങളുടെ പരാക്രമം കൊണ്ട് സർവസമ്പത്തിനെയും ഐശ്വര്യത്തെയും നേടണം. അങ്ങനെയുള്ള ഐശ്വര്യത്തെ നിങ്ങൾ അനുഭവിക്കണം. ജീവിതത്തെക്കാളും വലുത് ആ ഐശ്വര്യമാണ്, രാജ്യമാണ്, സാമ്രാജ്യമാണ്, ധർമ്മമാണ്. അതിനു വേണ്ടിയിട്ട് ധർമ്മത്തിൽ അങ്ങേയറ്റം നിഷ്ഠയുള്ള നിങ്ങൾ പോരാടാൻ പടക്കളത്തിൽ ഇറങ്ങണം എന്ന് എന്റെ മക്കളായ മാദ്രീപുത്രന്മാരോട്, അവരെ വളർത്തിയത് കുന്തിയാണ്,
തൻ്റെ 3 മക്കളെക്കാളും വാത്സല്യം കുന്തിക്ക് ആ നകുല സഹദേവന്മാരോടാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് പോകുന്ന അവസരത്തിൽ ആശ്രമവാസിക പർവം മഹാഭാരതത്തിന്റെ അവസാന ഭാഗത്തോടടുത്ത് വരും. ധൃതരാഷ്ട്രൻ, മക്കളെല്ലാം നഷ്ടപ്പെട്ടു ദുഃഖിതനായ ധൃതരാഷ്ട്രൻ യുധിഷ്ഠിരൻ നന്നായി രക്ഷിക്കുന്നുണ്ടെങ്കിലും ധൃതരാഷ്ട്രന് ശാന്തിയില്ല മനസ്സിന്. അദ്ദേഹം കാനനത്തില് പോയി ആശ്രമം നിർമ്മിച്ച് അവിടെ വസിക്കാനായിട്ട് പുറപ്പെടുന്നു. അപ്പോ ഗാന്ധാരിയുണ്ട് കൂടെ. അവർക്ക് രണ്ടുപേർക്കും വഴി കാണിച്ചുകൊണ്ട് കുന്തി മുന്നാലെ നടക്കുന്നു. കുന്തിയുടെ തോളിൽ ഗാന്ധാരിയുടെ കൈയിരിക്കുന്നു. കാരണം ഗാന്ധാരിക്ക് കണ്ണ് കാണാൻ നിവൃത്തിയില്ലല്ലോ, കണ്ണ് കെട്ടിവെച്ചിരിക്കുകയല്ലേ. ഗാന്ധാരിയുടെ തോളില് ധൃതരാഷ്ട്രൻ പിടിച്ചിരിക്കുന്നു. അങ്ങനെ മാത്രമേ അദ്ദേഹത്തിന് നടക്കാനാവൂ, കാരണം അദ്ദേഹത്തിന് കാഴ്ചയില്ല. അങ്ങനെ യാത്ര പുറപ്പെടുമ്പോ കുന്തി യുധിഷ്ഠിരാദികളോട് പറയുന്ന കാര്യങ്ങൾ പലതുണ്ട്. അതിലേറ്റവും പ്രധാനം നകുലനെയും സഹദേവനെയും, അവർ കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഒരു അല്ലലും വരാതെ അവർക്ക് വളരെയേറെ സന്തോഷം എപ്പോഴും ഉണ്ടാകത്തക്ക രീതിയിൽ നീ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. മാദ്രിയുടെ മക്കളെ എപ്പോഴും സംരക്ഷിക്കുന്ന കാര്യത്തില് കുന്തിക്ക് അങ്ങേയറ്റത്തെ ശ്രദ്ധയാണ്. അതേ ശ്രദ്ധ നകുല സഹദേവന്മാർക്ക് കുന്തിയിലുമുണ്ട്. അതേ ഭക്തിയുണ്ട്, അതേ സമർപ്പണമുണ്ട്. ഇതാണ് ഒരു കുടുംബം. കുടുംബത്തിന്റെ അന്തരീക്ഷം അതാണ്, സ്നേഹബന്ധം അതാണ്. വളരെയേറെ കാര്യങ്ങൾ നമുക്ക് മഹാഭാരതത്തിലെ ഓരോരോ സന്ദർഭത്തിൽ നിന്നിട്ടും പഠിക്കാനുണ്ട്.